ഹായ്, നമുക്കൊരു തമിഴ് വെഡിങ്ങിന് പോയാലോ? തലേന്ന് രാത്രി വരെ ആലോചിച്ചിട്ടും പോണോന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലേനും. രാവിലെ ആയപ്പോൾ ഉമ്മന്റെ വക ഒരു ചോദ്യം, കല്യാണത്തിന് പോവണ്ടേനോന്ന്. എനിക്കാണെങ്കിൽ നല്ല പൂതിണ്ട് കല്യാണം കൂടാന്. കാരണം അവിടൊക്കെ കല്യാണം ഇനി ആരെ വിളിക്കാനാ. അങ്ങനെ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാണ്ട് ഞാൻ ഉമ്മനോട് പറഞ്ഞു, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കല്യാണത്തിന് പോവാന്, ടിക്കറ്റ് കിട്ടുമോ നോക്കാന്ന്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് പിന്നെ പഠിച്ചോന്റെ ഒരു കുതിർത്തും കൂടെ ഉണ്ടെങ്കിൽ സംഭവം നടക്കല്ലോ. അങ്ങനെ ഞങ്ങൾ അന്നേ ദിവസം രാവിലെ 8 മണിക്കാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. എന്തോ ഭാഗ്യത്തിന് സീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്കുള്ള സമയം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. ഡ്രസ്സ് എടുക്കണം, കുട്ടികളെ മാറ്റിക്കണം, എൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കണം, കൊണ്ടുവരണം. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കല്യാണത്തിനാണല്ലോ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. ഇതാരെ എനിക്ക് തന്നത്? എനിക്കാരെ തന്നത്? ഈ ചേട്ടനെ ഇവർ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. ചേട്ടൻ ഒരു കുൽഫി വാങ്ങുന്ന കൂട്ടത്തിൽ ഹെമിങ്ക്കും വാങ്ങി. ഞാൻ ട്രെയിനിലൊരു ചൂട് കോഫിയൊക്കെ വാങ്ങിയിട്ട് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പാലക്കാട് റൂട്ടിന് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഈ കാഴ്ച കാണാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ താനേക്കും ഞാൻ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത്. ഈ തമിഴ്നാട്ടിൽ ആരെ കല്യാണത്തിനാ ഇപ്പോൾ പോകുന്നത് നോക്കിയില്ല നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. എൻ്റെ തത 3-4 കൊല്ലമായിട്ട് കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവർ താമസിച്ച വീടിന്റെ ഓണറിന്റെ മകളുടെ കല്യാണമാണ്. അതിനിടെ തന്നെ തതക്ക് വർക്ക് ഫ്രം ഹോം കിട്ടിയിട്ട് കുറച്ചു കാലം നാട്ടിലും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് അവരെ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എനിക്ക്. ഇത്താതൻ്റെ കൂടെ ഉമ്മയും ഇവിടെ കുറേ കാലം നിന്നതുകൊണ്ട് ഉമ്മക്കും ഇവിടെ എല്ലാവരെയും നല്ല പരിചയമാണ്. ഈ കാണുന്ന റാണീസ് ബേക്കറിയിൽ നിന്ന് ഒരു ജ്യൂസും കുടിച്ചും കണ്ട് ഈ കാക്കനോട് തന്നെ ഉക്കടുത്ത് എവിടെയെങ്കിലും റൂം ഉണ്ടോ എന്ന് തന്നെ. ഒന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ലെങ്കിലും അള്ളാൻ്റെ കുതിർത്തുകൊണ്ടൊക്കെ വളരെ എളുപ്പത്തിൽ നടന്നിട്ടുണ്ടെന്ന് വേണം പറയാം. അങ്ങനെ അന്നേ ദിവസം എനിക്ക് തലയിൽ വെക്കാനുള്ള മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ലോഡ്ജിലേക്ക് പോകുന്നത്. ഉക്കടത്ത് തന്നെയുള്ള സിന്ദൂരി ലോഡ്ജിലാണ് ഞങ്ങൾ റൂം എടുത്തത്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു വിശാലമായിട്ടുള്ള റൂം തന്നെയായിരുന്നു കേട്ടോ ഇത്. ഞങ്ങളൊരു 7 ആകുമ്പോഴേക്ക് തന്നെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്താതെ വരാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. കാരണം നല്ല ട്രാഫിക്കാണ് കോയമ്പത്തൂർ. ഇത്താതെ നാട്ടിൽ നിന്ന് കാർ എടുത്തിട്ടാണ് കോയമ്പത്തൂർ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്രകൾക്കൊന്നും ബുദ്ധിമുട്ട്. ഇവിടുത്തെ വലിയൊരു ഓഡിറ്റോറിയമാണ് ഈ ആയിഷ മഹൽ എന്ന് പറയുന്നത്. 3 പാർട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയം തന്നെ വേണമെങ്കിൽ 3 പരിപാടിയൊക്കെ വിളിച്ച് നടത്താം. ഇവരിവിടെ കല്യാണ മണ്ഡപം തന്നെയാണ് ഇതിനെ പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണ പെണ്ണിൻ്റെ ഉമ്മ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതാണ് ആയിഷത്ത. എത്രയോ കാലം കൂടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഒന്ന് കാണുന്നത്. ഇതാണ് മണവാട്ടിൻ്റെ ഇത്താത്ത. അവര് തമിഴിൽ പറഞ്ഞാലും ഞങ്ങൾ മലയാളത്തിൽ പറഞ്ഞാലും പരസ്പരം രണ്ടുപേർക്കും മനസ്സിലാവും എന്നുള്ളതാണ് സത്യം. இதுதான் எங்களோட கல்யாண பொண்ணு ரிஃபா. எனக்கு அவ்வளோ தமிழ்னு தெரியாது, இருந்தாலும் தமிழ் എനിക്ക് ரொம்ப പിടിക്കും. തമിഴ് പേசுന്നതും. നമ്മളിവിടെ എൻഗേജ്മെന്റിന് കല്യാണ പെണ്ണിന് കുറേ സാധനമൊക്കെ ആയിട്ട് പോവില്ല ചെക്കൻ്റെ വീട്ടുകാർ. അത് ഇവരിവിടെ തലേന്ന് ദിവസമാണ് കേട്ടോ കൊടുക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കല്യാണ പെണ്ണും ചെക്കനും കുറേ കാലത്തിന് ശേഷം ഇപ്പോഴായിരിക്കും കാണുന്നുണ്ടാവുക. ഇവിടെ കണ്ടതിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഫ്രൂട്ട്സ് കൊടുക്കത്തില്ലേ, അതേപോലെ ഇവിടെ അവർ കുറേ ഫ്രൂട്ട്സ് ആണ് കൂടുതലും വെച്ചേക്കുന്നത്. എല്ലാവരും കാണാൻ വേണ്ടി തന്നെയാണ് ഇവരിങ്ങനെ ഷോക്കേസ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഈ റിഫക്ക് മലയാളികളെയും മലയാളം സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് കേരളം കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് മുമ്പ് ഞങ്ങൾ അവിടെ വീട്ടിൽ പോയ സമയത്ത് അവൾ പറയാറുണ്ടായിരുന്നു. നിലത്ത് നിന്നും ഒരു ഫോൺ വീണ് കിട്ടിയതാണ്, അതവിടെ ഏൽപ്പിക്കുകയും ചെയ്ത്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല തിരക്കാണ്. തലേ ദിവസം രാത്രിയാണ്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അവർ. അത്രക്ക് തിരക്കുണ്ട്. നമ്മളിവിടുത്തെ പോലെ തന്നെ ബാക്കിൽ നിന്നാൽ മാത്രമേ നമുക്ക് സീറ്റൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ കുറേ നേരം കാത്തു നിന്നിട്ട് ഭക്ഷണം എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നോൺ വെജുകാർക്കുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇവർ യൂസ് ചെയ്യുന്ന മസാലൻ്റെതാണ് ആ ടേസ്റ്റ് വ്യത്യാസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ. പിന്നെ ലാസ്റ്റായിട്ട് വെച്ച സാധനം ഉണ്ടല്ലോ, അതൊരു ഹൽവ പോലുള്ളൊരു സാധനമാണ്. ആവശ്യമുള്ളവർക്ക് പറഞ്ഞാൽ മതി, എല്ലാം ഒരേ സമയത്ത് അവർ വിളമ്പി തരും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ബദാം മിൽക്കും കുടിച്ച് എന്തോ ഭാഗ്യത്തിന് കഴിയാനായിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്കത് കിട്ടി. എനിക്ക് ഈ വക സാധനങ്ങളോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. എൻ്റെ താത്തക്ക് ഇത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ താനിയക്കും നല്ല ഇഷ്ടമായി. വളരെ ഹാപ്പിയായ എൻജോയ് ചെയ്ത കുറേ മനുഷ്യന്മാരെ കണ്ട് സംസാരിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ അത്. രാത്രി 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ നേരെ ലോഡ്ജിൽ പോയിട്ട് ഉറങ്ങുകയാണ് ചെയ്തത്.
ഈ സിന്ദൂരി ഹോട്ടലിൽ വന്നിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇന്നേ ദിവസം കല്യാണം 11 മണിക്കാണ്, നിക്കാഹും കല്യാണവും കൂടാണ്. പൂരിയും ദോശയും നല്ല അടിപൊളി ചായ ഒക്കെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. ഉക്കടത്തുള്ള മെയിൻ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഈ സിന്ദൂരി ഹോട്ടലിൽ വരുന്നത്. രാത്രിയിൽ ഈ ബസ് സ്റ്റാൻഡ് കാണാൻ നല്ല ലക്ഷറിയസ് ലുക്കാണ്. അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് നമ്മൾ കോവൈ ലേക്ക് വരുന്നത്. ഹോട്ടലിന്റെ അതേ റോ തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത്. ഇവരുടെ കല്യാണത്തിന് കൈ നിറയെ കുപ്പിവള ഇടണം എന്നുള്ളത് എനിക്ക് ആദ്യമുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ കുപ്പിവളയും തപ്പിയിട്ടാണ് ഇപ്പൊ ഞാൻ പോകുന്നത്. പല വെറൈറ്റി ഓഫ് കുപ്പിവളകൾ ഇവിടെ ഉണ്ട്. എൻ്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളത് ആദ്യം എടുക്കാന്ന് കരുതി. പിന്നെ എനിക്കൊരു കുപ്പിവള നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് എനിക്കിഷ്ടപ്പെട്ട കുപ്പിവള. ഇത് നല്ല ഭംഗിയില്ല കാണാൻ. ഹെമിമോനാണെങ്കിൽ അവനക്ക് പറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നടക്കാണ്. ഇവിടെ സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കുറവായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ഷോപ്പാണിത്. അങ്ങനെ കുറച്ച് ഉപകാരപ്പെടുന്ന സാധനങ്ങളൊക്കെ വാങ്ങി. ഇതാണ് മൊത്തം കടയുടെ ഒരു ലുക്ക് കേട്ടോ. അങ്ങനെ മാറ്റി ഒരുങ്ങി കുപ്പിവള ഇടാൻ പോവുകയാണ്. കുപ്പിവള വാങ്ങുമ്പോൾ കുറച്ച് വലിയ സൈസ് തന്നെ എടുക്കണം കേട്ടോ. എനിക്കിത് ഇടുന്ന സമയത്താണ് വലുത് എടുക്കാമായിരുന്നില്ലേന്ന് തോന്നിയത്. പിന്നെ ഈ കളറിനോട് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലൈറ്റ് ബ്ലൂ എടുത്തത്. ഈ കളറും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ. ഈ കുപ്പിവള ഇട്ടിട്ട് കയ്യിലേക്ക് നോക്കുമ്പോണ്ടല്ലോ കൈക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി എനിക്ക് എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴുള്ള ലുക്കാണ് കേട്ടോ ഞങ്ങളുടേത്. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ താനിൻ്റെ തലയിലുള്ളതൊക്കെ അവിടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ വൈറ്റ് ചെറിയൊരു കമ്മലായിരുന്നു ഇതിന് കൊണ്ടുവന്നതേ. അപ്പോൾ ഉമ്മ പറഞ്ഞ് വേണ്ട, നമുക്ക് നല്ലൊരു വലിയ കമ്മൽ വേണം ഇതിനിടാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണത്. 1, 2, 3 പറഞ്ഞിട്ട് 3 പാർട്ടിൽ 2ലും 3ലും ആയിട്ടാണ് നമുക്ക് കല്യാണം നടക്കുന്നത്. കാരണം ഇവർ 2 ഹാൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ 3ലേക്കാണ് കയറുന്നത്. അവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് നിക്കാഹ് നടക്കാണ്. സ്ക്രീൻ ഉള്ളത് കൊണ്ട് നിക്കാഹൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി. നമ്മുടെ നാട്ടിലെ കല്യാണത്തിനുള്ള പോലെ തന്നെ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഫുഡിന്റെ കാര്യത്തില്. പിന്നെ ഇവിടുത്തെ ബിരിയാണിയിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരും. ഇവിടുത്തെ കല്യാണത്തിന് പ്രത്യേകത ഞാൻ കണ്ടത് എന്താണെന്നറിയോ? ഇവിടെ വന്നിട്ടുള്ള എല്ലാ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളില്ലേ, അവരൊക്കെ തൻ്റെ കല്യാണം പോലെ നല്ല ഒരുങ്ങിയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിലെ ഏതാ കല്യാണപ്പെണ്ണെന്ന്. കല്യാണപ്പെണ്ണിനെ അറിയാത്ത ആൾക്കാർക്ക് ഡൗട്ടാണ്. അതറിയാവുന്നത് കൊണ്ടാണ് കൈ നിറയെ വളയൊക്കെ ഇട്ടിട്ട് ഞാൻ വന്നത്. ഇവരൊക്കെ എൻ്റെ താത്തൻ്റെ വീടിൻ്റെ അടുത്തുള്ള അയൽവാസികളാണ്. എൻ്റെ അമ്മക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ ഇവരൊക്കെ ഉള്ളത് കൊണ്ട്. ഇന്നേ ദിവസത്തെ നമ്മളെ മണവാട്ടിൻ്റെ ലുക്കാണിത്. നല്ല മൊഞ്ചുണ്ടല്ലേ കാണാൻ. സെക്കൻഡാമത്തെ സ്റ്റേജിന്മേലാണ് പെണ്ണ് നിൽക്കുന്നത്, 3ലാണ് ചെക്കൻ നിൽക്കുന്നത്. അപ്പം നിക്കാഹൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ വിളമ്പിയത് മധുരാണ്. പിന്നെ തൈര്, ചിക്കൻ പൊരിച്ചത്, മട്ടൻ്റെ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. പിന്നെ ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ട്. എനിക്ക് കുറേ കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത്രയുള്ള ഫുഡിൻ്റെ. മണവാട്ടിയും മണവാട്ടിൻ്റെ ഫാമിലിയും ഒക്കെ ആണ് കണ്ട. എല്ലാവരും ഒരുങ്ങിയത് കണ്ടില്ലേ? കല്യാണ പെണ്ണിൻ്റെ മാതിരിയാണ് അവരൊക്കെ ഒരുങ്ങിയേക്കുന്നത്. എന്തായാലും ഇവരൊക്കെ ഓരോരുത്തരെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മഹർ കെട്ടാൻ വേണ്ടിയിട്ട് ചെക്കന് പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നതാണ്. ചെക്കൻ്റെ ഉമ്മയും പെണ്ണിൻ്റെ ഉമ്മയാണ് ബാക്കിൽ നിൽക്കുന്നത്. റിഫനെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. മേക്കപ്പ് കൂടെ ആയ ചിരിയും കൂടെ ചിരിച്ചപ്പം കംപ്ലീറ്റ് ആയെന്ന് വേണം പറയാൻ. പിന്നെ എൻ്റെ ഡ്രസ്സിന് നല്ല കോംപ്ലിമെൻ്റ് ആയിരുന്നു. അവിടുത്തെ ഒരു താത്ത പറയാണ്, ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ചുരിദാറൊന്നും ഇവിടെ കിട്ടില്ല, ഇത് നല്ല ഭംഗിയുണ്ട് കാണാനെന്ന്. ഈ താത്താണ് പറഞ്ഞത്. എന്തായാലും നല്ല കോംപ്ലിമെന്റ് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാവല്ലോ. അതുപോലെ ഞാൻ ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഒന്ന് ഫ്രീ ആയ ഗ്യാപ്പിൽ ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുത്ത്, റിഫന്റെ കൂടെ ഫോട്ടോ എടുത്ത്, അവൾ മഹറൊക്കെ ഞങ്ങൾക്ക് കാട്ടിത്തരുന്നുണ്ട്. കല്യാണമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മണവാട്ടിനെ മണവാളൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോൾ ആ ഗ്രേ കളർ കൂട്ടിട്ടതാണ് മണവാട്ടിൻ്റെ ആങ്ങള. നല്ലൊരു കല്യാണമായിരുന്നു കേട്ടോ. ഞങ്ങളിതാ പോവാൻ നേരമായിട്ട് ഞങ്ങളെല്ലാവരെയും കണ്ട് യാത്രയൊക്കെ പറയാം. നമ്മളിവിടെ തമിഴ് വെക്കുന്ന മാതിരി തന്നെയാണ് ഇവരിവിടെ മലയാളം പാട്ട് വെക്കുന്നത്. രാത്രി 9:00ക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ വരുന്നത്. അപ്പോൾ താത്ത പറഞ്ഞു നമുക്ക് കോവൈ ലേക്ക് വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാം.
അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി, കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ചായ കുടിക്കാന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഈ സാധനം കണ്ടപ്പോൾ എനിക്കൊന്ന് വാങ്ങാൻ തോന്നി. പക്ഷെ വലിയ രസമൊന്നുമില്ല കേട്ടോ. മാങ്ങ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഫ്രൈഡ് റൈസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ ലോഡ്ജിൻ്റെ ഓണർ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തമിഴ് കല്യാണ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.